റയൽ ജേഴ്സിയിൽ അവസാന മത്സരത്തിന് 3 ദിവസം മുമ്പ് സിനദീൻ സിദാൻ എന്നെ വിളിച്ചു. ഏറെ വിനയത്തോടെ സിദാൻ പറഞ്ഞു തുടങ്ങി, എന്റെ അവസാന മത്സരമാണ് വരുന്നത്. മത്സരശേഷം നിങ്ങളുടെ ജേഴ്സി എനിക്ക് തരുമോ? എന്റെ കയ്യിൽ നിങ്ങളുടെ ഒരു ജേഴ്സി പോലും ഇല്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ മാത്രം. അർജന്റീൻ ഇതിഹാസം ജുവാൻ റോമൻ റിക്കോൽമിയോടായിരുന്നു സിദാന്റെ ആവശ്യം. ഉറപ്പായും തരാം. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാനന്ന് സിദാനോട് സമ്മതം മൂടി. റിക്കോൽമി പറയുന്നു. വല്ലാത്തൊരു വൈകാരിക തളിച്ചയിൽ ആയിരുന്നു ഞാനപ്പോൾ. ഫോൺ കട്ട് ചെയ്ത ശേഷം ഞാൻ വീട്ടുകാരോട് ചോദിച്ചു, എന്നോട് ജേഴ്സി ആവശ്യപ്പെട്ടത് ആരാണെന്ന് അറിയുമോ? എന്റെ ആവശ്യം കണ്ട് അവർ മുഖത്തോട് മുഖം നോക്കി. സാക്ഷാൽ സിനദീൻ സിദാൻ. എല്ലാവരും അവിശ്വസനീയതയോടെ എന്നെ തന്നെ തുറിച്ചു നോക്കി. അവസാന കളിയായിരുന്നതിനാൽ മത്സരശേഷം ആരാധകരോട് വിട പറയുകയായിരുന്നു സിദാൻ. ക്യാമറ കണ്ണുകൾ അയാളിലേക്ക് മാത്രം തിരിഞ്ഞു. തിരക്കിനിടയിൽ എന്റെ കാര്യം മറന്നുപോയിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ എല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുമ്പോൾ എന്നെയും കാത്ത് ടണലിനരികിൽ അയാൾ നിൽപ്പുണ്ടായിരുന്നു. സിസോ ജേഴ്സി അടിച്ച് എനിക്ക് കൈമാറി. എന്നെ ആലിംഗനം ചെയ്തു. ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ആഴ്സണലിനെതിരെ പെനാൽറ്റി പാഴാക്കിയതിന് സ്പാനിഷ് മാധ്യമങ്ങൾ റിക്കോൽമിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയ കാലം കൂടിയായിരുന്നു അത്. റിക്കോൽമിയുടെ ജേഴ്സി കയ്യിൽ പിടിച്ച് വിരമിക്കാനായത് തനിക്ക് ലഭിച്ച ബഹുമതിയായാണ് കരുതുന്നത് എന്നായിരുന്നു സിദാൻ പിന്നീട് പ്രതികരിച്ചത്.